ഹലോ കൂട്ടുകാരെ, നാളെയാണ് മലയാളം അടിസ്ഥാന പാഠാവലി പരീക്ഷ. അതിനാൽ നമ്മൾ തയ്യാറെടുക്കണം. അതിനാൽ വാർഷിക മൂല്യം 2025 2026 ക്ലാസ് 7 മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഒരു ചോദ്യപേപ്പറുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വാഗതം എൻ്റെ വിദൂസ് ബ്ലോഗിലേക്ക്. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം, എഴുതാം. നോക്കിയാലോ? തളരാതെ മുന്നോട്ട്. പ്രതിസന്ധികൾ തളരാതെ വെല്ലുവിളിക്കാതെ അദ്യാർത്ഥം നേരിട്ട് ജീവിതം ലക്ഷ്യം നേടിയാണ് ശാരിക സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച് ഇന്ത്യൻ സേവയിൽ RVCയുടെ ആദ്യത്തെ അക്കാദമിയായി മാറിയിരിക്കുന്നതാണ്. കോഴിക്കോട് കൊയിലാണ്ടി കീഴയൂർ സൈദിയിൽ ഷാരി AK ജന്മൻ രോഗബാധിതയായ ഷാരിയയ്ക്ക് ജന്മം മൃദുപേശികളുടെ ചലനം അധികമില്ല. ശരീരം തളർന്ന് വീൽചെയറിലാണെങ്കിലും ആഗ്രഹങ്ങൾക്ക് രോഗവാധിത്യം തടയില്ല. ഇടത്തിലെ കൈ മൂന്നാം വിരലുകൾ മാത്രമേ ചലിക്കാൻ കഴിയുകയുള്ളെങ്കിലും ഷാരിയയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ പ്രതിസന്ധികൾ വഴിമാറി. IAS എടപ്പള്ളിയിൽ എന്നിരുന്ന ഷാരിയയുടെ ചെറുപ്പം മുതൽ ഉള്ള ആഗ്രഹം രോഗത്തെ ഓർത്ത് വിഷമിക്കാതെ ഇച്ഛാശക്തി കൊണ്ട് പോരിട്ട് പരീക്ഷയിൽ 122ാം റാങ്ക് നേടിയാണ് ഷാരി പ്രവർത്തിച്ചിരുന്നത്. പരീക്ഷയ്ക്ക് കോഴിക്കോട്ടെ സെക്കൻഡറിയിലേക്ക് അമ്മ എടുത്തുകൊണ്ട് എത്തിച്ച് മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും പിന്തുണ കൊണ്ട് തന്നെയാണ് സഹനാദിക്ക് മുന്നോട്ട് വരുന്നത്. സമയത്തെ ഫലപ്രദമായി വിനിയോഗിയിലേക്ക് ഷാരിയെ വ്യക്തമാക്കി. നമുക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ലോകം നമ്മളുടെ കൂടെ നിൽക്കുമെന്ന് ഷാരി പറയുന്നതാണ്. അടുത്ത നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കിയാലോ? അടുത്ത പ്രവർത്തനങ്ങൾ. ഷാരിയുടെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു? ഡോക്ടറോ IAS നേടുകയോ പാട്ടുകാരിയാണോ? നമുക്കറിയാം, IAS നേടുവാനായിരുന്നു. അടുത്ത ആക്ടിവിറ്റി, അടുത്ത ഇതിലേക്ക് പോകാം. ഷാരിയുടെ ബാധിച്ച അസുഖമെന്ത്? സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു. അടുത്ത മൂന്നാമത്തെ നോക്കാം. അസുഖത്തെ അതിജീവിച്ച് സിവിൽ സർവീസ് നേടാൻ ഷാരിയയ്ക്ക് സാധിച്ചത് എങ്ങനെ? മാതാപിതാക്കളുടെ പിന്തുണ കിട്ടിയതുകൊണ്ട്. അടുത്തത് നാലാമത്തെ നോക്കാം. ഷാരിയയ്ക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് എന്ത്? നമുക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ലോകം നമ്മളുടെ കൂടെ നിൽക്കും എന്നായിരുന്നു. ഇനി അടുത്ത പാർട്ട്, പ്രവർത്തനം 2. അത് ഒരു 2ാം പാർട്ടുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.